ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളിന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഹൈലോ കുർത്തിയാണ് കേട്ടോ. സാധാ ടോപ്പ് കട്ട് ചെയ്യുന്ന പോലെ തന്നെയാണിത്. അതിന് വേണ്ടിയിട്ട് 2.5 മീറ്റർ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് 4ആയിട്ട് മടക്കാം. നമ്മുടെ സാധാ ചുരിദാറിന് മടക്കുന്ന പോലെ 4ആയിട്ട് മടക്കാം. ശേഷം ഫുൾ ലെങ്ത്ത് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 37 ഇഞ്ചിലാണ് ഞാൻ ലെങ്ത്ത് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ശേഷം ഷോൾഡർ ഞാൻ 7 ഇഞ്ചിലാട്ടോ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. കുറച്ച് വണ്ണമുള്ള ആൾക്കായതുകൊണ്ട് 7 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നെക്ക് വിടുത്ത് ഞാൻ 3 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ശേഷം അവിടെ നിന്ന് താഴോട്ട് നെക്ക് ലെങ്ത്ത് 5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നമുക്കൊന്ന് ബോക്സായിട്ട് വരക്കാം. അതൊന്ന് കർവ് ചെയ്ത് കൊടുക്കാം. നെക്ക് നമ്മളൊന്ന് ബോക്സാക്കി കർവ് ചെയ്തിട്ടുണ്ട്. ശേഷം നമുക്ക് ആം ഹോള് ഞാൻ 7 എടുത്തിട്ടുള്ളത്. അതൊന്ന് വരക്കാം. 7 ഇഞ്ചിൽ ആം ഹോള് കൊടുത്തിട്ടുണ്ട്. ഷോൾഡർ 7 ഇഞ്ച്, നെക്ക് ലെങ്ത്ത് 5, നെക്ക് വിഡ്ത്ത് 3. എന്നിട്ട് നമ്മളതൊന്ന് കർവ് ചെയ്ത് കൊടുത്തു കേട്ടോ. ശേഷം ആം ഹോള് 7 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റാണ് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളത്. ചെസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 37 ആണ്. അതിലേക്ക് ലൂസ് അലവൻസായിട്ട് 4 ഇഞ്ച് കൂട്ടാം. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് 41ആണ്. 41നെ 4ആയിട്ട് ഭാഗിക്കുമ്പോൾ 10.5 കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് തയ്യൽ തുമ്പടക്കം ഞാൻ 11.5 ഇഞ്ചിൽ ചെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ആം ഹോളിൻ്റെ പകുതി എടുത്തിട്ട് അവിടെ നിന്ന് നമുക്കൊന്ന് കർവായിട്ട് വരച്ചു കൊടുക്കാം ആം ഹോളിന്. ശേഷം ഞാൻ എടുത്തിട്ടുള്ളത് നമ്മളുടെ വേസ്റ്റിൻ്റെ ലെങ്ത്താണ്. വേസ്റ്റ് ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത് 14.5 ഇഞ്ചാണ്. അവിടെ നിന്ന് 14.5 ഇഞ്ചിൽ നിന്ന് നമുക്ക് വേസ്റ്റിൻ്റെ വിഡ്ത്ത് കൊടുക്കണം. വേസ്റ്റിൻ്റെ വിഡ്ത്ത് ഞാൻ കൊടുത്തിട്ടുള്ളത് 10.5ആണ്. അപ്പം അവിടെ അലവൻസ് അടക്കം ഞാൻ കൊടുത്തിട്ടുള്ളത് 10.5 ഇഞ്ചാട്ടോ. ശേഷം നമുക്ക് സീറ്റിൻ്റെ വിഡ്ത്ത് ഞാൻ കൊടുത്തിട്ടുള്ളത് 11.5 ഇഞ്ച് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ അതും ഒന്ന് അടയാളപ്പെടുത്താം. സീറ്റിൻ്റെ ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത് ഒരു 20 ആ ഒരു അളവിന് കൊടുക്കാം. എന്നിട്ട് അവിടെ നിന്നിട്ട് സീറ്റിൻ്റെ വിഡ്ത്ത് കൊടുത്തിട്ടുള്ളത് 11.5 ഒക്കെ ഒരു അളവിന് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ പോയിൻറ്റ്സുകളെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് നമുക്ക് വേസ്റ്റിൻ്റെ അവിടെ നിന്ന് സീറ്റ് അങ്ങനെ ലാസ്റ്റ് ബോട്ടത്തിൻ്റെ അവിടെ വരെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ശേഷം നമുക്ക് ബാക്ക് നെക്ക് 3 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ട് കർവായിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫുൾ ലെങ്ത്ത് 37 എടുത്തിട്ടുള്ളത്. ഷോൾഡർ 7 ഇഞ്ചിൽ, നെക്ക് വിഡ്ത്ത് 3, നെക്ക് ലെങ്ത്ത് 5 കേട്ടോ. ബാക്ക് നെക്ക് 3 ഇഞ്ചിലുമാണ് കൊടുത്തിട്ടുള്ളത്. ശേഷം ചെസ്റ്റ് 11.5, വേസ്റ്റ് 10.5, പിന്നെന്താ സീറ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളത് 11.5. എന്നിട്ട് ആ പോയിൻറ്റ്സ് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഫസ്റ്റ് കട്ട് ചെയ്യുന്നത് ബാക്ക് നെക്കാണ്. ഫ്രണ്ട് നെക്ക് ഇപ്പോൾ കട്ട് ചെയ്യണില്ല കേട്ടോ. ബാക്ക് നെക്ക് കട്ട് ചെയ്യാം. 1/2 ഇഞ്ചിൽ നമുക്ക് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം കേട്ടോ. ഓപ്പൺ ഇല്ലാത്ത ടോപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ബോട്ടത്തിൻ്റെ അവിടെ എത്രമാത്രം ഫ്ലെയർ കൊടുക്കാൻ പറ്റുമോ അത്രയും കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതിൻ്റെ തുമ്പത്ത് കൂടെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ശേഷം ലൈനിങ് വെച്ചിട്ട് മെയിൻ പാർട്ടും അതേ അളവിന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്ക് പാർട്ട് ഒഴിവാക്കിയിട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും വെച്ചിട്ട് നമുക്ക് നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പാർട്ട് ഒഴിവാക്കിയിട്ട് ഫ്രണ്ടിൻ്റെ മെയിൻ പാർട്ടും അതുപോലെ തന്നെ ലൈനിങ്ങും വെച്ചിട്ട് നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഷോൾഡറും ഒന്ന് സ്ലോപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ ഒരു കട്ടിങ്ങും കൂടെ കൊടുക്കാനുണ്ട്. അതിൻ്റെ ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് അതിൻ്റെ ബോട്ടത്തിൻ്റെ അവിടെ നിന്ന് താഴെ നിന്ന് മുകളിലോട്ട് ഒരു 8 ഇഞ്ച് അടയാളപ്പെടുത്താം. ഞാൻ 8 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഫ്രണ്ട് പാർട്ട് എത്രമാത്രം കയറി നിൽക്കണോ അത്രക്കും എത്രമാത്രം കയറി നിൽക്കണം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് അളവെടുക്കാം. 10 എടുക്കേണ്ടവർക്ക് 10 എടുക്കാം കേട്ടോ. ഞാനൊരു 8 ഇഞ്ചിലാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ശേഷം നമുക്കിതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം. 8 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം. വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കാണാം കേട്ടോ. ഇതുപോലെ താഴെ നിന്ന് മുകളിലോട്ട് ഒരു 8 ഇഞ്ച് എടുത്തിട്ട് അതൊന്ന് ഇതുപോലെ കർവ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പാർട്ട് മാത്രമാണ് ഇതുപോലെ കട്ട് ചെയ്യുന്നത്. ബാക്ക് പാർട്ട് നമുക്ക് ലെങ്ത്തായിട്ട് കിട്ടും കേട്ടോ. ശേഷം നമുക്ക് ലൈനിങ് മാത്രം ഇതുപോലെ എടുത്തിട്ട് ഒരു 2 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. മെയിൻ പാർട്ടില്ല, ലൈനിങ് മാത്രമാണ്. നമുക്ക് ലൈനിങ് ഒരു 2 ഇഞ്ചിൽ മേലൊക്കെ കയറിയിട്ടായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് ലൈനിങ് ഇതുപോലെ 2 ഇഞ്ചിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമുക്ക് ഇതുപോലെയാണ് ഫ്രണ്ട് പാർട്ട് കിട്ടിയിട്ടുള്ളത്. ഇതേപോലെ തന്നെ കുറച്ചും കൂടി ലെങ്ത്തിലാണ് നമുക്ക് മെയിൻ പാർട്ട് കിട്ടിയിട്ടുള്ളത്. ശേഷം ഇതുപോലെ മെയിൻ പാർട്ടിൻ്റെ നല്ല ഭാഗവും ലൈനിങ്ങിൻ്റെ നല്ല ഭാഗവും വെച്ചിട്ട് നമുക്ക് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്താ ഇപ്പം നമ്മൾ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം ഇതുപോലെ തന്നെ ബാക്കും ഫ്രണ്ട് നെക്കും ഒരേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ശേഷം നമുക്ക് ഈ സ്റ്റിച്ചിൽ തട്ടാതെ നമുക്ക് ഓരോ ചെറിയ കട്ടുകളായിട്ട് ഇട്ട് കൊടുക്കാം. ഇതേപോലെ സ്റ്റിച്ചിൽ തട്ടാതെ നമുക്ക് ഓരോ കട്ടുകൾ ഇട്ട് കൊടുക്കാം. ബാക്ക് പാർട്ടിലും ഫ്രണ്ട് പാർട്ടിലും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് മറിച്ചെടുക്കാം. നെക്കിൻ്റെ ഭാഗം നമുക്കൊന്ന് മറിച്ചെടുക്കാം. ഇതാ ഇതുപോലെ നമ്മൾ നെക്കൊന്ന് മറിച്ചെടുത്തിട്ടുണ്ട്. ശേഷം നമുക്കിതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഇതുപോലെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളിത് രണ്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, പതിച്ചും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം നല്ല ഭാഗങ്ങൾ രണ്ടും ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും നല്ല ഭാഗങ്ങൾ വെച്ചിട്ട് നമുക്ക് ഷോൾഡറും ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഷോൾഡർ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നെക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ആം ഹോളിൻ്റെ അവിടെ ലൈനിങ്ങും അതുപോലെ മെയിൻ പാർട്ടും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് സ്ലീവ് വെക്കുമ്പോൾ തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ആം ഹോളിൻ്റെ അവിടെ മെയിൻ പാർട്ടും ലൈനിങ്ങും കൂടെ ഒന്ന് ചെറിയ സ്റ്റിച്ച് കൊടുക്കുക. ശേഷം ഇതുപോലെ സ്ലീവിൻ്റെ മുകൾ ഭാഗവും നമുക്കൊന്ന് ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് സ്ലീവ് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ശേഷം ലൈനിങ്ങിൻ്റെ അടിഭാഗം നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ സ്ലീവും യോജിപ്പിച്ചു, നമ്മളുടെ ലൈനിങ്ങിൻ്റെ അടിഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ലീവിൻ്റെ മെയിൻ പാർട്ട് മാത്രം ഒന്ന് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ലൈനിങ് കൂടാതെ നമുക്ക് ഇതിൻ്റെ നല്ല ക്ലോത്ത് മാത്രം ഒന്ന് സ്ലീവിൻ്റെ കേട്ടോ നല്ലത് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ശേഷം നമുക്കിതുപോലെ ലൈനിങ്ങിൻ്റെ ഉള്ളിലേക്ക് മെയിൻ പാർട്ട് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ നല്ല ഭാഗമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും. എന്നിട്ട് ലൈനിങ്ങിൻ്റെ ഉള്ളിലേക്ക് നല്ല ഭാഗം വെച്ചിട്ട് ലൈനിങ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എവിടെ വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്? നമ്മളുടെ
വേസ്റ്റിൻ്റെ ലെങ്ത്ത് 14 ഇഞ്ചിലല്ലേ, 14.5 ഇഞ്ചില്ലേ, അതുവരെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ മെയിൻ പാർട്ട് മാത്രം സ്റ്റിച്ച് ചെയ്തു, മെയിൻ സ്ലീവ് മാത്രം സ്റ്റിച്ച് ചെയ്തു. പിന്നീട് നമ്മൾ അത് മെയിൻ സ്ലീവ് ഉള്ളിലേക്ക് വെച്ചിട്ട് ലൈനിങ് സ്റ്റിച്ച് ചെയ്തെടുത്തു. നമ്മളുടെ വേസ്റ്റിൻ്റെ 14.5 ഇഞ്ച് വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ബോഡി പാർട്ടിൻ്റെ മെയിൻ പാർട്ട് ഉള്ളിലേക്ക് ഇട്ടിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ മെയിൻ പാർട്ട് ഉള്ളിലേക്ക് ഇട്ടിട്ട് ലൈനിങ് മാത്രം സൈഡ് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. ശേഷം നമ്മളുടെ ലൈനിങ് മുകൾക്ക് ഇതുപോലെ ഇട്ടിട്ട് നമ്മൾ ലൈനിങ്ങിൻ്റെ സ്റ്റിച്ച് എവിടെയാണോ നിർത്തിയിട്ടുള്ളത്, ആ 14.5 ഇഞ്ച് വേസ്റ്റിൻ്റെ 14.5 ഇഞ്ച് അവിടെ നിന്ന് നമുക്ക് മെയിൻ പാർട്ടിൻ്റെ സ്റ്റിച്ച് കൊടുക്കുക. ഇപ്പോൾ തന്നെ നമ്മൾ ലൈനിങ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് താഴെ വരെ. അതിൽ നമ്മൾ മെയിൻ പാർട്ട് സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ശേഷം നമ്മളുടെ ലൈനിങ്ങിൻ്റെ സ്റ്റിച്ച് മുകളിൽ നിർത്തി വെച്ചില്ലേ, അവിടെ നിന്ന് നമ്മൾ താഴോട്ട് മെയിൻ പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാൻ വോയിസ് തരുമ്പോൾ മനസ്സിലാവില്ല, വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും കേട്ടോ. അപ്പോൾ വീഡിയോ നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിതാ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ഇതിൻ്റെ അടിഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ വീഡിയോ നന്നായിട്ട് ശ്രദ്ധിച്ച് കാണാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ടോപ്പ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെ ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതാണ് നമ്മളുടെ ടോപ്പ്. മുകളിൽ കയറിയിട്ട് ഫ്രണ്ട് ഭാഗം കയറിയിട്ടും ബാക്ക് ഇറങ്ങിയിട്ടും ആയിട്ടുള്ള അപ്പ് ആൻഡ് ഡൗൺ ടോപ്പാണ്. സ്ലീവ് നമ്മൾ കുറച്ച് ഫ്ലെയർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ലൈനിങ് വേറെയും അതുപോലെ സ്ലീവ് വേറെ ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അത് നമ്മൾ അടിഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ടോപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നെക്കൊക്കെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. താഴ് ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം നല്ല ശ്രദ്ധിച്ച് മടക്കുക. ആദ്യം ഒരു മടക്കി സ്റ്റിച്ച് കൊടുത്തിട്ട് രണ്ടാമത്തെ മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ടോപ്പ് ഇങ്ങനെയാണ് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ.